ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകും എന്ന് കരുതരുത്. ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് സന്തോഷത്തെക്കാൾ കൂടുതൽ കണ്ണുനീറായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചിലർ നിങ്ങളെ പരിഹസിക്കും. നിങ്ങൾ മാറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പഴയ ജീവിതം ഓർമ്മിപ്പിക്കും. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ ചിലർ നിങ്ങളെ തെറ്റിദ്ധരിക്കും. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും നിങ്ങളെക്കുറിച്ച് പറയപ്പെടാം. നിങ്ങളുടെ നല്ല മനസ്സിനെ തെറ്റായി കാണാം. നിങ്ങളുടെ നിശബ്ദതയെ ബലഹീനതയായി കരുതാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നിങ്ങളെ മനസ്സിലാക്കാതെ പോയാലും ദൈവം നിങ്ങളുടെ ഹൃദയം അറിയുന്നു. ആരും കാണാത്ത നിങ്ങളുടെ കണ്ണുനീർ അവൻ കാണുന്നു. ആരും കേൾക്കാത്ത നിങ്ങളുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീ തന്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. അവൾ എല്ലാ ദിവസവും പ്രാർത്ഥന തുടങ്ങി. കുടുംബത്തോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. പഴയ തെറ്റുകൾ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം ആരംഭിച്ചു. പക്ഷേ വീട്ടിലുള്ളവർ അവളുടെ മാറ്റം അംഗീകരിച്ചില്ല. ഇതെല്ലാം കുറച്ച് ദിവസമേ ഉണ്ടാകൂ. നീ എന്തിനാണ് ഇങ്ങനെ മാറിയത് എന്നിങ്ങനെയുള്ള പല വാക്കുകൾ കേൾക്കേണ്ടി വന്നു. ഒരു രാത്രി അവൾ ഒറ്റയ്ക്ക് മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ആ കണ്ണുനീരിൽ ദൈവം അവളോട് പറഞ്ഞു, മകളെ, മനുഷ്യർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലും ഇന്ന് ഇങ്ങനെ ഒരു പോരാട്ടമുണ്ടോ? നിങ്ങളുടെ വിശ്വാസത്തെ എതിർക്കുന്നവരുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയെ പരിഹസിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ മാറ്റത്തെ അംഗീകരിക്കാത്തവരുണ്ടോ? തളരരുത്. കാരണം ദൈവം പ്രവർത്തിക്കുന്നത് നാം കാണാത്ത സമയത്താണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുമ്പോൾ അത് മരിച്ചുപോയി എന്ന് തോന്നാം. പക്ഷെ അതിനുള്ളിൽ ഒരു പുതിയ ജീവിതം വളരുന്നുണ്ടാവും. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളും വെറുതെയാകില്ല. ഇന്ന് നിങ്ങൾ സഹിക്കുന്ന കണ്ണുനീർ നാളെ അനുഗ്രഹത്തിന്റെ സാക്ഷ്യമായി മാറും. അതുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ഉറച്ചു നിൽക്കുക. പരിഹാസങ്ങൾ വന്നാലും വിശ്വാസം കൈവിടരുത്. എതിർപ്പുകൾ വന്നാലും പ്രാർത്ഥന നിർത്തരുത്. കാരണം മനുഷ്യർ വാതിലുകൾ അടച്ചാലും ദൈവത്തിന് പുതിയ വഴികൾ തുറക്കാൻ കഴിയും. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളുടെ സ്നേഹത്തിലും വിശ്വാസത്തിലും ഉറപ്പിക്കണമേ. ആമേൻ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.